എല്ലാവർക്കും നമസ്കാരം. ഇന്ന് വളരെ സിമ്പിളായിട്ട് ചെയ്യാവുന്ന ഒരു അടിപൊളി നെക്ക് ഡിസൈനായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങളെല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണുക. ബിഗിനേഴ്സിന് പോലും വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഡിസൈനാണ്. അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് നമ്മൾ ക്യാൻവാസ് മടക്കിയെടുത്തിട്ടുണ്ട്. ക്യാൻവാസ് മടക്കിയെടുത്തിട്ട് ഇതിൻ്റെ സൈസ് മാർക്ക് ചെയ്യണമെന്ന് നോക്കുക. 3.5 ഇഞ്ചാണ് നെക്ക് വിഡ്ത്ത്. ഓക്കെ, ഇനി ഇതുപോലെ ആ 3.5 ഇഞ്ചിൻ്റെ മാർക്കിംഗ് ഒന്ന് ചെരിച്ച് ഇങ്ങോട്ട് താഴേക്ക് 7.5 ഇഞ്ച് വയ്ക്കുക. അതാണ് ഡെപ്ത്ത്. ഓക്കെ, ഈ ഡെപ്ത്ത് വരച്ച് ഇനി ഇതിനെ നമ്മൾ ഒരു സ്ക്വയർ ഷേപ്പാക്കി മാറ്റുക. സ്ക്വയർ അല്ല, റെക്റ്റാങ്കിൾ ഷേപ്പാക്കി മാറ്റിയിട്ട് നമ്മൾ അതിൽ യു ഷേപ്പ് ആണ് വരയ്ക്കുന്നത്. സിമ്പിൾ ആയിട്ടുള്ള യു ഷേപ്പ്. അപ്പോൾ നമ്മൾ വരച്ച് കഴിഞ്ഞിട്ടുണ്ട് യു ഷേപ്പ്. ഇനി നമ്മൾ ഇതിനെ കറക്റ്റായിട്ട് കട്ട് ചെയ്തെടുക്കുക. ജസ്റ്റ് ഔട്ടർ ഷേപ്പ് ഇതുപോലെ ഷേപ്പ് വെച്ചാൽ മതി. ആ ഉൾഭാഗം ഇതുപോലെ കറക്റ്റായിട്ട് കട്ട് ചെയ്തെടുക്കുക. ഓക്കെ, ഇതുപോലെ നമ്മുടെ മെയിൻ നെക്ക് നമ്മുടെ ആയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ താഴത്തേക്കുള്ള ഭാഗമാണ് വരയ്ക്കുന്നത്. താഴത്തേക്കുള്ള ഭാഗം വരയ്ക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കുക, ഇത് കണ്ടു, ഇതുപോലെ ഈ പകുതിക്ക് ഇങ്ങോട്ട് ഉള്ള വീതിയിൽ ഈ ഒരു പീസ് കട്ട് ചെയ്തെടുക്കുക. ഈ കട്ട് ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ അതിൽ രണ്ടാമതൊരു കാര്യം ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ ഈ പശയുള്ള ഭാഗമാണ് ഈ മുകളിലേക്ക് നിങ്ങൾക്ക് കാണുന്നത്. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മൾ സാധാരണ ക്യാൻവാസ് മാർക്ക് ചെയ്യുന്ന പോലെയല്ല ഈ ഭാഗം മാർക്ക് ചെയ്യുന്നത്. പശയുള്ള ഭാഗം മുകളിലേക്ക് വെച്ചിട്ട് മാർക്ക് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഇതുപോലെ പശയുള്ള ഭാഗം മുകളിലേക്ക് വെച്ച് നേരെ സെൻറ്ററിൽ നിന്ന് ഇങ്ങനെ വയ്ക്കുക. ഇങ്ങനെ വെച്ചിട്ട് ഈ ഷേപ്പ് ഇതുപോലെ തന്നെ മാർക്ക് ചെയ്തെടുക്കുക, റൗണ്ട് ഷേപ്പ്. അതിനുശേഷം നമ്മൾ ആ ഷേപ്പ് വരച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആ ഷേപ്പ് വരയ്ക്കാൻ വേണ്ടിയിട്ട് ഈ എടുത്തിട്ടുള്ള ഈ ക്യാൻവാസിൻ്റെ നേരെ സെൻറ്റർ മിഡ് ലൈൻ ഇതുപോലെ മാർക്ക് ചെയ്യുക. അപ്പോൾ ഈ ലൈനിനെ ബന്ധപ്പെടുത്തിയിട്ടാണ് നമ്മൾ അതിൻ്റെ ആ ഷേപ്പ് വരയ്ക്കുന്നത്. അപ്പോൾ ആ ഷേപ്പിന് ഞാൻ ഒരു 8 ഇഞ്ച് നീളമാണ് കൊടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അതിന് ശേഷം ഇതുപോലെ ജസ്റ്റ് റഫായിട്ട് നമ്മൾ ഫ്രീ ഹാൻഡാണ് ഷേപ്പ് വരയ്ക്കുന്നത്. അല്ലാണ്ട് പ്രത്യേകിച്ച് അതിനൊരു മെഷർമെൻ്റ് ഒന്നുമില്ല. അപ്പോൾ ആ മുകളിൽ നിന്ന് വരുന്ന നെക്കും താഴെ നിന്ന് വരുന്ന നെക്കിനെയും കൂട്ടി യോജിപ്പിച്ചുകൊണ്ട് നമ്മൾ ഇതിനെ ഒരു ഷേപ്പാക്കി മാറ്റിക്കുകയാണ്. ആ നെക്കിൻ്റെ ഷേപ്പിൻ്റെ ഫ്ലോ കറക്റ്റ് ചെയ്തിട്ട് നിങ്ങൾ ഇത് ഷേപ്പാക്കി എടുക്കുക എന്നുള്ള ഒറ്റ പണിയുള്ളൂ. വേറെ പ്രത്യേകിച്ച് പണിയൊന്നുമില്ല. ഇത് നിങ്ങൾ ഇതിൻ്റെ ഫസ്റ്റിൽ കണ്ടിട്ടുണ്ടാവും. നെക്ക് നല്ല ഭംഗിയുള്ള ഒരു നെക്കാണിത്. അപ്പോൾ ഇതുപോലെ കറക്റ്റ് ആയിട്ട് ഷേപ്പ് ചെയ്തിട്ട് ഇത് കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മൾ ഇതുപോലെയാണ് ഇത് വെച്ച് സ്റ്റിച്ച് ചെയ്യാൻ പോണത്. അപ്പോൾ ഇതാണ് നമ്മുടെ പാറ്റേൺ ആയിട്ട് വരെ സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ. അപ്പോൾ നമുക്കിത് എങ്ങനെ ചെയ്യണമെന്ന് നോക്കാം. അപ്പോൾ ഇതിന് രണ്ടും നമ്മൾ ഈ രണ്ട് ക്യാൻവാസും തുണിയിൽ കറക്റ്റായിട്ട് അയൺ ചെയ്ത് ഒട്ടിച്ചെടുക്കുക. അപ്പോൾ ഞാൻ ഈ മോൾ ഭാഗം കറക്റ്റായിട്ട് ഷേപ്പ് കട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി കറക്റ്റായിട്ട് ഇത് അയൺ ചെയ്ത് ഒട്ടിച്ചെടുക്കുക. അപ്പോൾ ഇത് നോക്കുക, ഞാൻ അയൺ ചെയ്ത് ഒട്ടിച്ചതിന് ശേഷം സൈഡും കൂടി ഒന്ന് അയൺ ചെയ്ത് മടക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ എഡ്ജ് ഒന്ന് കറക്റ്റായിട്ട് ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക.
അപ്പോൾ ഇത് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് എടുത്തു കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മുടെ നെക്കുണ്ട്, മെയിൻ നെക്ക്, ഇതിൻ്റെ എഡ്ജും ഇതുപോലെ തന്നെ ഒന്ന് മടക്കി തയ്ച്ചെടുക്കുക. അപ്പോൾ ഇനി നമ്മുടെ 2 പീസ് റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് അറ്റാച്ച് ചെയ്യണത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ഇത് നോക്കുക, ഇതിൻ്റെ നേരെ സെൻറ്റർ കറക്റ്റ് ചെയ്തിട്ട് ഏറ്റവും നമ്മൾ ഈ നെക്ക് ഇതുപോലെ എടുത്ത് വയ്ക്കുക. ഈ നെക്ക് എടുത്ത് ഇതുപോലെ വെച്ചിട്ട് ഇതിനെ ഇതുപോലെ വയ്ക്കുക. ഇതുപോലെ വെച്ചതിൻ്റെ പൊസിഷൻ കറക്റ്റ് ചെയ്തിട്ട് വേണം ഇത് നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ. അല്ലെങ്കിൽ നമുക്കിത് ഷേപ്പ് വ്യത്യാസം വരുമ്പോൾ കറക്റ്റ് ഈ പൊസിഷനിലേക്ക് ഇതുപോലെ വെച്ചതിന് ശേഷം നമ്മൾ ഇതിൻ്റെ മെയിൻ നെക്ക് മാറ്റിയിട്ട് ഇത് സ്റ്റിച്ച് ചെയ്യുക. അപ്പോൾ കറക്റ്റ് ആ എഡ്ജ് കൂടെ തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മളുടെ ഈ പീസ് നമ്മൾ അറ്റാച്ച് ചെയ്തു. അതിനുശേഷം ഇനി നമ്മൾ മെയിൻ നെക്ക് ഇതുപോലെ കറക്റ്റായിട്ട് നമ്മൾ ഫസ്റ്റ് വെച്ച പോലെ തന്നെ പിൻ ചെയ്ത് വെച്ചിട്ട് അറ്റാച്ച് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മളിതിനെ ഒരു 1/4 ഇഞ്ച് തയ്യൽ തുമ്പിട്ടിട്ട് ഇത് കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞു. പക്ഷേ ഇനി ഇതിൻ്റെ ഈ എഡ്ജുകൾ നമുക്കൊന്ന് ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കണം, അപ്പോഴത് കറക്റ്റായിട്ട് മടങ്ങുള്ളൂ. അപ്പോൾ ഇതുപോലെ കറക്റ്റായിട്ട് അത് കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മൾ സ്റ്റിച്ചിങ് കട്ടാവാതെ നോക്കണം. അപ്പോൾ അതിന് ശേഷം ഇതിന് കറക്റ്റായിട്ടൊന്ന് ഇങ്ങനെ നഖം കൊണ്ട് ഫോൾഡ് ചെയ്തിട്ട് നേരെ ബാക്കിലേക്ക് ആക്കിയിട്ട് നന്നായിട്ട് അയൺ ചെയ്തെടുക്കുക.
അപ്പോൾ ഇനി നോക്ക്, ഇനി നമ്മൾ ഇതിന് ക്രോസ് പീസ് ആണ് നെക്കിൽ വെച്ച് തയ്ക്കുന്നത്. അപ്പോൾ ഒരു 1.5 ഇഞ്ച് വീതിയിൽ ക്രോസ് പീസ് എടുത്തിട്ട് ഈ ഒരു സൈഡ് ഇതുപോലെ ഒന്ന് മടക്കി തയ്ക്കുക ആദ്യം. നമ്മൾ മടക്കി തയ്ച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിൻ്റെ മറ്റേ എഡ്ജ്, മടക്കി തയ്ച്ചതിൻ്റെ മറ്റേ എഡ്ജ് നമ്മൾ എടുത്തിട്ട് ഇതുപോലെ വെച്ചിട്ട് തയ്ച്ചെടുക്കുക. നമ്മൾ പ്രഷർ ഫുട്ടിൻ്റെ ഒരു പല്ലിൻ്റെ വീതിക്കാണ് തയ്ച്ചെടുക്കുന്നത്. അപ്പോൾ അത് കറക്റ്റ് പൈപ്പിംഗ് പോലെ നിൽക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ത്രെഡ് ഇല്ലാതെ പൈപ്പിംഗ് ചെയ്യുന്ന രീതിയാണ് ഇതിൽ കാണിക്കുന്നത്. അപ്പോൾ നല്ല കറക്റ്റായിട്ടുള്ള ക്രോസ് പീസ് ആണെങ്കിൽ മാത്രമേ നമുക്ക് ഈ ഷേപ്പ് കറക്റ്റായിട്ട് കിട്ടുള്ളൂ. അപ്പോൾ അത് പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കുക. അപ്പോൾ കറക്റ്റ് ഒരേ രീതിയിൽ തന്നെ ഇത് തയ്ച്ചെടുക്കാനും നിങ്ങൾ ശ്രദ്ധിക്കുക, അല്ലെങ്കിൽ നമുക്കത് കാണാൻ ഭംഗിയില്ലാതെയായി പോകും. അപ്പോൾ ഒരേ രീതിയിൽ തയ്ച്ചെടുക്കുക. അപ്പോൾ നോക്കുക, നമ്മളിത് ഒരേ രീതിയിൽ ഇങ്ങനെ തയ്ച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിനെ നന്നായിട്ടൊന്ന് മടക്കി കൊടുക്കുക. ഉൾഭാഗത്തേക്ക് നന്നായിട്ട് ഒന്ന് അമർത്തി മടക്കി കൊടുക്കുക. ഒന്ന് നന്നായിട്ട് അയൺ ചെയ്ത് കൊടുക്കുകയാണെങ്കിലും കുഴപ്പമില്ല. അപ്പോൾ നമുക്ക് അത്രയും ഫിനിഷിങ് കിട്ടും. അതിനുശേഷം ഇതുകൊണ്ട് ഇതേപോലെ നമ്മൾ ബാക്കിലേക്ക് നന്നായിട്ട് മടക്കി ടൈറ്റായി പിടിച്ചിട്ട് വേണം ഇത് തയ്ക്കാൻ. അപ്പോൾ ആ ടൈറ്റ് കുറയരുത്, നല്ല ടൈറ്റിൽ പിടിച്ചിട്ട് തന്നെ ഇത് തയ്ച്ചെടുക്കുക. അപ്പോൾ നമുക്ക് നല്ല ആ ഒരു പൈപ്പിങ്ങിൻ്റെ കറക്റ്റ് ഫിനിഷിങ് കിട്ടും. നമുക്ക് കുറച്ച് വീതിയിലുള്ള ഒരു പൈപ്പിങ്ങിൻ്റെ ഫിനിഷിങ് നമുക്ക് നന്നായിട്ട് കിട്ടും. ഇത് കണ്ടില്ലേ, ഇതുപോലെ അങ്ങോട്ട് തയ്ച്ചെടുക്കുക നല്ല ഭംഗിയായിട്ട്. അപ്പോൾ നമുക്ക് നമ്മുടെ പൈപ്പിംഗ് അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞു. നമ്മുടെ നെക്ക് ഏകദേശം ഫിനിഷായി. ലാസ്റ്റ് ഫൈനൽ പണി എന്താണെന്നുള്ളത് നോക്കാം നമുക്ക്. നല്ല ഭംഗിയിലുള്ള നല്ല ഷേപ്പ് കിട്ടിയിട്ടുള്ളത്. ഇനി ഇതിൻ്റെ ഈ താഴത്തേക്ക് നമ്മൾ ഇതുപോലെ ഒരു 6 ബട്ടൺ വെറുതെ വെച്ച് അതിൽ ഫിറ്റ് ചെയ്യുക എന്നുള്ള ഒറ്റ പണിയുള്ളൂ. വേറെ കൂടുതലൊന്നും തന്നെ ഇതിൽ ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നല്ല ഭംഗിയുള്ള ഒരു നെക്കായി മാറിയത്. അപ്പോൾ ഇത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുണ്ടോ വിചാരിക്കുന്നത്? ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അടുത്ത ഒരു അടിപൊളി വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.